ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ഒക്ടോബർ മാസഫലമാണ്. അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. അപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എങ്ങനെ കാണണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം, ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ. രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ. അതൊരു വീഡിയോയുടെ എങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചിങ്ങരാശി, മകം പൂരം ഉത്രം കാട് രണ്ടകാല നക്ഷത്രക്കാരാണ് ചിങ്ങരാശി എന്ന് പറയുക. ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഈ ഒക്ടോബർ 2024 ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ കേതുവിനെ നിന്ന് മാറുന്ന സമയമാണ്. എന്താണ് സൂര്യൻ മാറുന്ന നീചരാശിയിലേക്കാണ് അല്ലെ, നീചത്തിലേക്കാണ്. സോ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കഠിനാധ്വാനം ആവശ്യമായി വേണ്ടി വരുന്ന സമയമായിരിക്കും. അതുപോലെ നമ്മൾ ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊത്ത ഒരു സാഹചര്യം ആയിരിക്കില്ല. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലായാലും നമ്മൾ തൊഴിൽ ചെയ്യുന്നിടത്തായാലും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്നൊന്നും വരില്ല. പക്ഷെ നന്നായി പരിശ്രമിച്ച് ഹാർഡ് വർക്കോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മറികടത്ത് എടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സഹപാഠികളോട് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിനോടും കൃത്യമായ ഒരു ഐക്യത്തിൽ പോകാൻ ശ്രദ്ധിക്കുക. അവരുമായിട്ടും ഒരു പിണക്കങ്ങളോ വഴക്കുകളിലേക്ക് പോവാതെ ഒരു ഐക്യത്തില് രമ്യതയില് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്ന ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുമാനമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര വരുമാനം വന്നെന്ന് വരില്ല. ചിലപ്പോൾ ചില വരുമാന സ്രോതസ്സുകൾ ഇല്ലാതെയായി നമ്മുടെ വരുമാനം 10 കിട്ടിക്കൊണ്ടിരുന്നിടത്ത് 9, 8 പോകാനൊക്കെ സാധ്യതയുണ്ട്. 100 കിട്ടുന്നിടത്ത് 20, 30 പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ ആ ഒരു ഡിഫറൻസ് വരാൻ സാധ്യത വരുമാന കാര്യങ്ങളില്ല. അപ്പൊ നമ്മൾ അത്ര ഹാർഡ് വർക്ക് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും അത്ര ഒരു ലെവലിൽ നമുക്ക് എത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഫാമിലി ലൈഫ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ, കുടുംബാംഗങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2 കേതു, 8 രാഹു, 7 ശനി നോക്കുന്ന സമയമാണ്. ആ കല്യാണമൊക്കെ കഴിഞ്ഞ ദമ്പതികളാണെങ്കിൽ ചിന്തിക്കും കല്യാണമേ വേണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സൂര്യൻ നീചത്തിലാണ്. പ്രണയത്തിലാണ്, വർഷങ്ങളാടെ പ്രണയത്തിലാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത്, ഈ ഒരു മാസം നിങ്ങൾക്കുള്ളിൽ സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പരസ്പരം സംശയങ്ങളൊക്കെ ക്രിയേറ്റ് ആവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. എന്തെന്നല്ലാത്തൊരു വിഷമം മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസം എന്ന് പറയാം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. എന്തെന്നറിയില്ലാത്ത കുറച്ച് അസ്വസ്ഥതകൾ, കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദുഃഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സഹായം വേണം, ഇനി അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണം എന്ന ചിന്താഗതികളൊക്കെ ചിങ്ങരാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഭർത്താക്കന്മാരെ, ചിങ്ങരാശി ജനിച്ച സ്ത്രീയുടെ ഭർത്താവ്, കുട്ടികൾ, പേരൻസ്, ഇവരൊക്കെ നല്ലൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ധൈര്യത്തോടെ മറികടക്കാനൊക്കെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം, ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനുള്ള ശ്രദ്ധ കേൾക്കണം. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല, പഠന കാര്യത്തിൽ കുറച്ചുകൂടി നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെങ്കിൽ എക്സാം പ്രാക്ടീസ് ഒക്കെ ഒന്ന് കുറച്ച് അധികം നടത്തുന്ന ഉത്തമമായിരിക്കും കേട്ടോ. എന്തായാലും പഠനത്തിൽ നയിക്കാൻ മുൻതൂക്കം കൊടുക്കണ്ട കേട്ടോ. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ ടേക്ക് കെയർ ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. 2 കേതു, 7 ശനി, 8 രാഹു നിൽക്കുന്ന സമയമാണ്. പൊതുവെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്, ജാഗ്രത വെച്ച് പുലർത്തേണ്ട സമയമാണ് കേട്ടോ ചിങ്ങരാശിയെ സംബന്ധിച്ചോളം. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മറികടക്കാൻ സാധിക്കും കേട്ടോ. ഇതൊന്നും മുഖത്തും പേടിക്കൊന്നും വേണ്ട, ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. ഇതെല്ലാമാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക. ഓക്കെ, അപ്പൊ ലഗ്നാലും ചന്ദ്രാലും ഫലം കണ്ടിട്ട് നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട്, നമ്മുടെ ആയിട്ട് കുറച്ചെങ്കിലുമൊക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ട് വീഡിയോ
അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ, ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ്, മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക. അല്ലെങ്കിൽ നമ്മൾ ലഗ്നാൽ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും, പക്ഷെ നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ലഗ്നാലും ചന്ദ്രാലും കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ചുകൂടി നല്ല അക്യൂറേറ്റ് മനസ്സിലാവും. അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ്, ഇപ്പൊ അപകാരം ഏതാണ് നടക്കുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ടായിട്ട് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഫലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ പ്രെഡിക്ഷൻസ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് ആയി നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ നടത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു, ഒരു ഓഫീസ് തുടങ്ങുന്നു, ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് നമ്മുടെ മന്ത്ലി പ്രെഡിക്ഷൻ എടുത്ത് നോക്കുന്നു, നല്ലതായിരിക്കും. ഓക്കെ ആ മാസത്തിൽ ഞാൻ അത് ചെയ്താൽ കൊള്ളാവോ, നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതല്ല പൊതുവേ നമ്മളൊരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആ ലഗ്നവും ചന്ദ്രാലും എടുത്ത് കണ്ടിട്ട് കേട്ടോ. ഇപ്പൊ 2 രാശിയുടെ ഫലം കണ്ടവർ ഇപ്പൊ ലഗ്നം മേടമാണ്, ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കിൽ 2 ഫലം കാണും, മേടത്തിന്റെ ഇടവത്തിന്റെയും. നീ തുലാം വൃശ്ചികമാണെങ്കിൽ തുലാം വൃശ്ചികമാണ്, നീ മേടം മീനുമാണെങ്കിൽ മേടവും മീനും കാണും, നീ മേടം തുലാമാണെങ്കിൽ മേടവും തുലാമിന്റെ ഫലം കാണും. ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ലഗ്നവും ചന്ദ്രനും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അതനുസരിച്ച് അതേ പറഞ്ഞ കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം. അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി നല്ലൊരു തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു, ഹോമങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഏലസുകൾ ധരിച്ചു, യന്ത്രങ്ങൾ ധരിച്ചു. ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ശക്തി നമുക്കുണ്ട് അല്ലെ, ഇതിനൊരു ഊർജ്ജമുണ്ട്, എനർജി ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ, അത് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ, ഇഷ്ടദേവത ഏതാണോ, ഏത് ആചാരമാണോ നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ നിലവിൽ മാറ്റം വരുത്തുന്നൊന്നും നീല ഞാൻ പറയില്ല. ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മളൊന്ന് ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ഇത് കളിയുകയാണ് അല്ലെ. നാമസങ്കീർത്തനം നടത്തിയ ഇപ്പം എനിക്ക് മന്ത്രങ്ങളോ പൂജകളോ ഒന്നും അറിയില്ല, നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ വന്നിട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. നാമസങ്കീർത്തനം മതി. കലിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ. അപ്പം അത് ചെയ്താൽ മതി. എല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയ സന്ധ്യ നേരത്ത് എല്ലാവരും കൂടി വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വരാരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും. നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ അടുപ്പിച്ച് കുറച്ച് നാൾ ഇത് ചെയ്തു നോക്കിയേ, ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും, നമുക്കും പറ്റും. ഓക്കെ നമുക്ക് എന്തുകൊണ്ടത് പറ്റാത്ത വരണേ, നമുക്ക് കൃത്യമായ ഈശ്വര ആരാധനയില്ല, പ്രാർത്ഥനയില്ല. നമുക്ക് എന്താണ് 2 മണി വരെ ഇരിക്കാൻ മടിയില്ല, 3 മണി വരെ ഇരിക്കാൻ മടിയില്ല, 4 മണി വരെ ഇരിക്കാനും മടിയില്ല രാത്രി അല്ലേ, എന്തുകൊണ്ടായി ഫോണുകൊണ്ടിരിക്കാൻ. ഓക്കെ ആ സമയത്ത് ഒരു അരമണിക്കൂർ പോട്ടെ, ഒരു 15 മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന് മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് അല്ലേ. അപ്പം വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി. അങ്ങനെ ഒരു 21 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കി, മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ ആണ് കണ്ടത് ആ വീഡിയോയുടെ താരം വന്ന അതിന്റെ ആ ഒരു മാറ്റം, ഒരു എക്സ്ചേഞ്ച് എന്താണോ ഒന്ന് താരം കമന്റ് ചെയ്യുക. എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ ഒരു വിളക്ക് കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാ, ഞാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് ഹോമം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകിട് മേടിച്ചു വെക്കാം. അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലെ. അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രകൃതി ഉണ്ടല്ലേ. അപ്പൊ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ അല്ലെ താൻ എന്തിനാണ് വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി, നിങ്ങളുടെ ലൈഫിൽ എന്നാ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട്, കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്.
നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ, വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഓക്കെ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം. നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട്. ഓക്കെ, മന്ത്ലി പ്രഡിക്ഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ്. കാരണം നമ്മുടെ ചാനൽ 25,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് കാറ്റഗറൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട്. കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ, മന്ത്ലി പ്രഡിക്ഷനോ അങ്ങനെ പ്രഡിക്ഷൻസ് ഒന്നും കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിരിക്കും കേട്ടോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.